വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് റോഡ് നിർമ്മാണത്തിലെ മെല്ലെ പോക്കിനെതിരെ പ്രതിഷേധം. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് പ്രതിഷേധമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രദേശത്ത് പ്രതിഷേധവുമായി എത്തിയത്. നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെതിരെയായിരുന്നു പ്രതിഷേധം. 10 ദിവസം പാത അടച്ച് പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനെതിരെയും നേതാക്കളും പ്രവർത്തകരും ആക്ഷേപമുന്നയിച്ചു. നിരവധി യാത്രക്കാരെ വലയ്ക്കുന്ന രീതിയാണിവിടെ. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയാൽ മതിയെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾ ശക്തമാക്കുമെന്നും വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രൂപേഷ് പറഞ്ഞു. വർഷത്തോളമായി അദ്ദേഹം 2016 പട്ടാമ്പിയിൽ നിന്നും മത്സരിച്ച് വിജയിച്ചപ്പോൾ 2017 തുടങ്ങിയതാണ് ഈ വാടാനംകുറിശി മേൽപ്പാലം എന്നുള്ള ആ ഒരു സ്വപ്നം. എന്നാൽ നാളിതുവരെയായി ഈ വാടാനംകുറിശി മേൽപ്പാലത്തിന് ഒരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ട MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. മാത്രവുമല്ല, ഇന്നിപ്പോൾ നമുക്കിവിടെ കാണാം, ഈ മേൽപ്പാലം പണി ഏകദേശം 10 വർഷത്തോളം കിട്ടിയിട്ടും ഈ അതിശക്തമായ മഴക്കാലത്താണ് ഇവിടെ 2 സൈഡിലും ചാല് കീറി ഈ മേൽപ്പാലം പണി യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നത്. എല്ലാ ആഴ്ചയും ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് ഇവിടുത്തെ CPM നേതാക്കളും MLAയും ഇതാ അടുത്ത മാസം ഉദ്ഘാടനം എന്ന് പറയുന്നത് ഈ വാടാനംകുറിശിയിലെയും ഈ പരിസര പ്രദേശത്തെ ജനങ്ങളെയും വളരെയധികം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി യാത്രക്കാർ ഏറെ ദുരിതത്തിലാണെന്നും യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ MLA ഓഫീസ് മാർച്ച് നടത്തുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറഞ്ഞു. ഞങ്ങൾ സംഘടിപ്പിക്കും. കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് ഈ പട്ടാമ്പിയുടെ MLAയും അറിയണം. MLAയുടെ യാത്ര പോകുന്നത് ബുദ്ധിമുട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ MLAക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ടെന്താ എന്നുള്ളത് തിരിച്ചറിയുള്ളൂ. ശക്തമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. A. ശ്രീനിവാസൻ, രാജീവ്, അഭിലാഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.